ഇതാണ് നമ്മുടെ ഗോൾഡൻ ബെറി, നമ്മുടെ നാട്ടിലെ നൊട്ടാന്നൊടിയൻ്റെ വലുത്. ഇത് നിറയെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇതിലൊന്നോ രണ്ടെണ്ണമൊക്കെ ഉള്ളൂ. രണ്ടെണ്ണം നമ്മൾ പാവാനെടുത്ത് ബാക്കിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതും ഒരു ഫ്രൂട്ട് ഗണത്തിൽപ്പെട്ട ഒരു ബെറി ടൈപ്പാണ്. നല്ല ആരോഗ്യഗുണമുള്ള പരക്കെയൊന്നും അവൈലബിൾ അല്ലാത്ത ഒരു ബെറി തന്നെയാണിത്. ഗൾഫിലൊക്കെ സുലഭമായിട്ട് കാണും, നമ്മുടെ നാട്ടിലൊന്നും കാണില്ല. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ചെറുതൊക്കെ ഞൊട്ടങ്ങ, ഞൊട്ടാനൊടിയൻ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെല്ലാം ഫ്രൂട്ട് വിഭാഗങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ അരികിൽ അടുപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിതൊക്കെ കളക്ട് ചെയ്ത് മുളപ്പിച്ചും തൈകൾ ഭാവിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏത് വിഭാഗവും നമ്മൾ മുളപ്പിച്ച് വളരുമോ എന്ന് നോക്കിയെങ്കിലല്ലേ നമ്മളെ നാട്ടിലൊക്കെ വളരുമെന്നറിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ ചട്ടിയിലൊന്ന് മുളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇത്രയും സീഡാണ് നമ്മളിതിൽ മുളപ്പിക്കാനിടുന്നത്. ഇനി കുറച്ച് വെള്ളം കുറഞ്ഞിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുളച്ചതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 10-12 ദിവസത്തോളമായി നമ്മളെ സീഡൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കുറേശ്ശെ മുളച്ചിട്ടുള്ളൂ. കുറച്ചൊക്കെ ഉണ്ടായിരുന്നൊക്കെ കേട് വന്ന് പോയി. മഴ പെയ്തപ്പോഴൊക്കെ കുറച്ച് എണ്ണ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു വിധം വലിയ ചട്ടിയിലേക്കൊന്ന് മാറ്റാം. ഇത്തരം ചട്ടിയിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അതിന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 7 ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് കമ്പോസ്റ്റ് എടുത്ത് നമുക്ക് നട്ട് നോക്കാം. അപ്പോൾ ഈ ചട്ടിയിലൊക്കെ നമ്മൾ കമ്പോസ്റ്റ് നിറച്ചിട്ട് നട്ട് പിടിപ്പിക്കാം. നമ്മൾ കമ്പോസ്റ്റിന് വിലയൊന്നും കൊടുക്കണ്ട, നമ്മൾ ചണ്ടികളൊക്കെ എടുത്തിട്ടുള്ള കമ്പോസ്റ്റ്. വില കൊടുത്തുണ്ടാക്കിയാലൊന്നും കമ്പോസ്റ്റ് വാങ്ങിയാലൊന്നും നമുക്ക് മുതലാവില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. കമ്പോസ്റ്റ് ആകുമ്പോൾ വളത്തിന് വളമായി, പിന്നെ വേരായാസം നന്നായിട്ട് കിട്ടും. വേരൊക്കെ നന്നായിട്ട് പാഞ്ഞു പോകും. പിന്നെ കൂടുതൽ വെയിറ്റും ഉണ്ടാവില്ല, മണ്ണ് പോലെ. അപ്പോൾ അതാണ് അതിൻ്റെ ഗുണം. ഇത് കണ്ടില്ലേ, ഇത് 5-6 ദിവസം മുമ്പേ വെച്ചതാണ്. ഇപ്പോഴും അതിൽ വെള്ളമാണ്. കണ്ടില്ലേ, ചകിരിച്ചോറാകുമ്പോൾ ചീച്ചിൽ വരുന്ന സാധനമൊന്നും ചകിരിച്ചോറിൽ നമുക്ക് പറ്റില്ല. ഇതൊന്നും ചെയ്ത് വെള്ളം ശേഖരിച്ച് നിൽക്കുന്ന ചീയലില്ലാത്ത സാധനത്തിന് മാത്രമേ ചകിരിച്ചോറ് പറ്റൂ. പിന്നെ കമ്പോസ്റ്റ് അങ്ങനെയല്ല. കമ്പോസ്റ്റിൽ ഈർപ്പുണ്ടാവും, എന്നാൽ അധികം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. ഇനി ഇത് 6 ചട്ടിയിലും ഓരോന്നായിട്ട് നട്ടുപിടിപ്പിക്കാം. അതിൽ വേറൊന്നുമില്ല ചിലതിന്. ഇനിയിപ്പോൾ ഇത് കുറേയൊക്കെ വളർന്ന് വരെ ഒരു വളവും കൊടുക്കണ്ട, ഒരു ചാണകപ്പൊടി ഒന്നും കൊടുക്കണ്ട. ഇതിന് കുറച്ചൊക്കെ വളരാനുള്ള വളം ഇതിൽ തന്നെ ഉണ്ട്. എന്താണ് ഇത് നമ്മളെ നാട്ടിലുണ്ടായാൽ അതിൻ്റെ സൈസ് എങ്ങനെയാണ്, ഉണ്ടാകുമോ എന്നൊക്കെ ഒന്ന് നോക്കാം. കുറച്ച് കാലമായി നമ്മളിത് തേടിക്കൊണ്ടിരിക്കണം, ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഇതിന് താല്പര്യമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. അല്ലാത്തവർ ഇതിന് നിന്നിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിനൊക്കെ ഒരുങ്ങിയാൽ മതി. അപ്പോൾ എല്ലാം നട്ട് കഴിഞ്ഞ് ഇനി തൈയുടെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. കുത്തി ഒഴിച്ചാൽ നമ്മൾ നട്ടതിന് യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാ പറയുന്നത്, ഇതിനെപ്പറ്റി അറിയുന്നു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ആദ്യമൊക്കെ കുട്ടികളെ സംരക്ഷിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നു.
പിന്നെ 2 എണ്ണം തീരെ പ്രതീക്ഷയില്ലാത്തതാണ്. അപ്പോൾ ഒരു ചെറിയ ചട്ടിയിലാണ് നമ്മൾ നട്ടിട്ടുള്ളത്. വേര് വളരെ കുറവുള്ളതും ഒടിഞ്ഞതൊക്കെയാണ്. അപ്പോൾ തീരെ പ്രതീക്ഷയില്ലാത്തതിനെ നമ്മൾ അത്തരം ചെറിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വളരുമ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്ത്, ഇനിയുള്ളത് വലിയ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ മഴയില്ലാത്തടത്തേക്ക് എടുത്ത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാം പണിയാവും. കാരണം ഇതിൻ്റെ സൈസൊക്കെ നമുക്കറിയാം. വലിയൊരു മഴത്തുള്ളി വീണാൽ തന്നെ ആൾ കാലിയാവും. അപ്പോൾ ഈ ഗോൾഡൻ ബെറിയുമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. താല്പര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടെ, പലർക്കും ഇതിൽ താല്പര്യം കാണും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറിച്ച് നട്ടതിൻ്റെ ഒരു 2-3 ദിവസത്തെ ഒരു വാട്ടം ഉണ്ടാവും, ഒരു ക്ഷീണം. ആ ക്ഷീണം മാറിയാലേ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ച് പിന്നീട് അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ പരിചരിക്കും. അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ പിന്നീട് നമ്മൾ കാണിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.